തൈരും പപ്പടമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. ഇനി തൈരും പപ്പടം ഒരുമിച്ച് കഴിക്കുന്നത് അത്ര നല്ലതൊന്നല്ല, അത് വിരുദ്ധാഹാരം എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുമോ നല്ലത്. 10 പപ്പടം എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റി വെച്ചിട്ട് സാധാരണ വറുത്തെടുക്കണ പോലെ വറുത്ത് മാറ്റി വെച്ചോ. 10 പപ്പടം എന്ന് പറഞ്ഞത് ഞാൻ എടുക്കാൻ പോകുന്ന തൈരിൻ്റെ ഒരു കണക്കനുസരിച്ചിട്ടാണ്. ഇനി 10ഓ 12ഓ ആയാലും കുഴപ്പമൊന്നുമില്ല. പപ്പടം എത്രത്തോളം കൂടുന്നു അതിൽ ഉള്ളി മുളകൊക്കെ എത്രത്തോളം കൂടുന്നു അത്രയും സ്വാദ് കൂടും. ഈ ഒരു അളവ് പപ്പടത്തിലേക്ക് നമ്മൾ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തൈരാട്ടത്തിലേക്ക് വേണ്ടെങ്കിൽ, പുളി കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പുളിയുള്ള തൈര് എടുത്താലും കുഴപ്പമില്ല. കുറച്ച് ഉപ്പും കുറച്ച് സബോളയും പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മാറ്റി വെച്ചോ. പപ്പടം വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 10-15 ചുവന്നുള്ളി, എത്രത്തോളം ചുവന്നുള്ളി കൂടുന്നു അത്രത്തോളം രുചി കൂടും. അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് കറിവേപ്പിലയും കൂടി ഇളക്കി പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പപ്പടം കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കിക്കോ. ഇനി ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവോള ചെറിയ ചെറിയ പൊടി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് അത് മൂപ്പിച്ചെടുത്താലും മതിയിട്ടാ. എത്രത്തോളം കൂടുതൽ ഇറക്കുന്നു അത്രത്തോളം രുചി കൂടും. എന്തായാലും നമ്മുടെ പപ്പടം മിക്സും സെറ്റായിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡപ്പയിലാക്കി അടച്ചു വയ്ക്കാം. കഴിക്കുന്ന സമയത്ത് നമ്മുടെ തൈരിൽ മിക്സ് ചെയ്ത് കഴിച്ചാലും മതി.